ദശകങ്ങളായി മതനേതൃത്വത്തിന്റെ ഉരുക്കുമുഷ്ടിയിലായിരുന്ന ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ സംഭവിക്കുന്നതായി റിപ്പോർട്ട്. പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേയിയുടെ വിയോഗത്തിന് പിന്നാലെ രാജ്യം ഒരു സൈനിക ഭരണത്തിലേക്ക് നീങ്ങുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് പുറത്തുവിടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭരണ സംവിധാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തതായും നിലവിലെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി വെറും ഒരു നിഴൽ രൂപമായി മാറിയെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാനിൽ എല്ലാ നിർണായക തീരുമാനങ്ങളും എടുത്തിരുന്നത് പരമോന്നത നേതാവായിരുന്നു. എന്നാൽ അലി ഖമനേയിയുടെ മരണശേഷം അധികാരമേറ്റ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമനേയിക്ക് പിതാവിനെ പോലെ അധികാരം ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. സൈനിക ജനറലുകൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒപ്പുവെക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് പദവിയിലേക്ക് അദ്ദേഹം ഒതുക്കപ്പെട്ടതായാണ് സൂചന. രാജ്യത്തിന്റെ ആഭ്യന്തര വിദേശ നയങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്നത് IRGC തലവന്മാരാണ്. അമേരിക്കയും ഇസ്രായേലുമായി നേരിട്ടുള്ള സായുധ പോരാട്ടം ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോൾ ഇറാന്റെ പ്രതിരോധ നയങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ ദൃശ്യമാണ്. നയതന്ത്രപരമായ ഒത്തുതീർപ്പുകളേക്കാൾ ഉപരിയായി കടുത്ത സൈനിക നീക്കങ്ങൾക്ക് രാജ്യം മുൻഗണന നൽകുന്നതിന് പിന്നിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇറാനിൽ ഭരണ നിയന്ത്രണം IRGC ഏറ്റെടുത്തതായുള്ള വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ സൈനിക ജനറലുകൾ നേരിട്ടാണ് ഇപ്പോൾ യുദ്ധമുഖത്തെ തന്ത്രങ്ങൾ മെനയുന്നത്. സമാധാന ചർച്ചകളിൽ ഏർപ്പെടുന്നതിന് പകരം ഏകോപനപരമായ സൈനിക നീക്കങ്ങളിലൂടെ തങ്ങളുടെ കരുത്ത് തെളിയിക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ അടുത്തിടെയുണ്ടായ സംഘർഷങ്ങൾ. ലോകത്തെ പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതകളിലൊന്നായ ഇവിടെ വെച്ച് 2 അമേരിക്കൻ ഇസ്രായേൽ കപ്പലുകൾ IRGC പിടിച്ചെടുത്തത് വലിയ അന്താരാഷ്ട്ര ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ശത്രു രാജ്യങ്ങൾക്കെതിരെയുള്ള കൃത്യമായ മുന്നറിയിപ്പായാണ് സൈന്യം ഈ നീക്കത്തെ കാണുന്നത്. സമുദ്രപാതകളിലെ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാനും ശത്രുക്കളുടെ സാമ്പത്തിക താൽപര്യങ്ങളെ തകർക്കാനും സൈനിക നേതൃത്വം ഇത്തരം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ തുടരുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിലും സൈന്യം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും അത് മറികടന്നുകൊണ്ട് 34ഓളം ടാങ്കറുകൾ ഇന്ധനവുമായി അന്താരാഷ്ട്ര വിപണിയിൽ എത്തിയെന്ന സൈന്യത്തിന്റെ അവകാശവാദം ഇതിന് തെളിവാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരാതെ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ സൈനിക ആവശ്യങ്ങൾക്കായി പണം കണ്ടെത്താനും ഇത്തരം രഹസ്യ ഇടപാടുകളിലൂടെ സൈന്യത്തിന് സാധിക്കുന്നു. ചുരുക്കത്തിൽ പരമ്പരാഗത മത നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറി അതിതീവ്ര നിലപാടുകളുള്ള സൈനിക കമാൻഡർമാരുടെ കൈകളിലേക്ക് ഇറാന്റെ യുദ്ധതന്ത്രങ്ങൾ മാറിയത് മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തത്. പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയെ സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകൾ ഏറെ ദുരൂഹമാണ്. അദ്ദേഹത്തിന് പ്ലാസ്റ്റിക് സർജറി ആവശ്യമാണെന്നും കൃത്രിമ കാലും പൊള്ളലേറ്റ മുഖവുമായി അദ്ദേഹം പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് സൈന്യത്തിന് അധികാരം കൈപ്പിടിയിൽ ഒതുക്കാൻ കൂടുതൽ എളുപ്പമാക്കി. ഇറാന്റെ ഭരണം പൂർണ്ണമായും സൈനിക വിഭാഗമായ IRGC കൈകളിലേക്ക് മാറുന്നത് പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. ഇതിന്റെ പ്രധാന പ്രതിഫലം സമാധാന ചർച്ചകളുടെ മന്ദഗതിയിലാണ് പ്രകടമാവുന്നത്. നയതന്ത്രപരമായ ഒരു ഏകീകൃത നേതൃത്വത്തിന്റെ അഭാവം അമേരിക്കയുമായുള്ള ചർച്ചകളെ സങ്കീർണമാക്കുന്നു. ഇറാനിൽ ഭരണ നിയന്ത്രണം IRGC ഏറ്റെടുത്തതായുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് പോലെ വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക നിലപാടുകൾ സമാധാന ശ്രമങ്ങളെ പിന്നോട്ടടിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മത നേതൃത്വത്തിനേക്കാൾ സൈനിക ജനറലുകൾക്ക് മുൻഗണന ലഭിക്കുന്നത് നയതന്ത്ര വഴികൾ അടയുന്നതിന് കാരണമാകുന്നുണ്ട്. ഇസ്രായേലുമായുള്ള യുദ്ധത്തിന്റെ കാര്യത്തിലും ഈ അധികാരമാറ്റം നിർണായകമാണ്. സൈനിക കമാൻഡർമാർ നേരിട്ട് ഭരണം നിയന്ത്രിക്കുന്നത് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ കൂടുതൽ തീവ്രമാക്കാൻ ഇടയാക്കും. പ്രതിരോധത്തിനപ്പുറം ആക്രമണോത്സുകമായ ഒരു സൈനിക നയം രൂപീകരിക്കുന്നത് മേഖലയിലെ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കാൻ കാരണമായേക്കാം. സൈനിക നേതൃത്വം തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ ഇസ്രായേലുമായുള്ള നേരിട്ട ഏറ്റുമുട്ടലുകളുടെ ആക്കം കൂട്ടുന്നു. അതേസമയം ഇറാന്റെ ആഭ്യന്തര തലത്തിലും ഇത് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. പരമ്പരാഗത മത നേതൃത്വത്തെ അനുകൂലിക്കുന്നവരും പുതിയ സൈനിക മേധാവിത്വത്തെ എതിർക്കുന്നവരും തമ്മിലുള്ള ആഭ്യന്തര തർക്കം ശക്തിപ്പെടുകയാണ്. മുജ്തബ ഖമനേയിയെ പോലുള്ള നേതാക്കൾ സൈന്യത്തിന്റെ നിഴലായി മാറുന്നതോടെ രാജ്യത്തിനകത്ത് തന്നെ ഭിന്നതകൾ രൂക്ഷമാകുന്നു. ഈ ആഭ്യന്തര കലഹം ഇറാനെ മറ്റൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതി അന്താരാഷ്ട്ര സമൂഹം പങ്കുവെക്കുന്നുണ്ട്. ഭരണഘടനയേക്കാൾ സൈനിക ഉത്തരവുകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നത് ജനങ്ങൾക്കിടയിലും ഭരണകൂടത്തിലും വിവിധ തട്ടുകളിലും അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കുന്നു. ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേവലം ഒരു വ്യക്തിപരമായ ഭരണമാറ്റമല്ല, മറിച്ച് 1979 വിപ്ലവത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ അധികാര പുനർനിർണയമാണ്.
ദശകങ്ങളായി മതമേലധ്യക്ഷന്മാരുടെ നിയന്ത്രണത്തിലായിരുന്ന ഭരണ സംവിധാനം ഇപ്പോൾ പൂർണ്ണമായും ഒരു സൈനിക ഭരണകൂടത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇറാനിൽ ഭരണ നിയന്ത്രണം IRGC ഏറ്റെടുത്തതായുള്ള വാർത്തകൾ ശരിവെക്കുന്ന തരത്തിലാണ് ടെഹ്റാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. പരമ്പരാഗതമായ ദൈവശാസ്ത്ര നിയമങ്ങളെക്കാൾ സൈനിക തന്ത്രങ്ങൾക്കും പ്രതിരോധ നയങ്ങൾക്കും മുൻഗണന ലഭിക്കുന്നത് ഇറാന്റെ അടിസ്ഥാന രാഷ്ട്രീയ ഘടനയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. മതപരമായ അധികാര കേന്ദ്രത്തിൽ നിന്ന് സൈനിക ശക്തിയിലേക്കുള്ള ഈ മാറ്റം പശ്ചിമേഷ്യയുടെ ഭൂപടത്തിലും രാഷ്ട്രീയ സമവാക്യങ്ങളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. നയതന്ത്രത്തിന് വലിയ പ്രാധാന്യം നൽകാത്ത സൈനിക നേതൃത്വം അധികാരത്തിലെത്തുന്നത് അയൽരാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കാനും മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിന് തിരികൊളുത്താനും സാധ്യതയുണ്ട്. ഇറാന്റെ വിദേശ നയം കൂടുതൽ ആക്രമണോത്സുകമാകുന്നതോടെ ഇസ്രായേൽ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീങ്ങിയേക്കാം. അതീവ ജാഗ്രതയോടെയാണ് അന്താരാഷ്ട്ര സമൂഹം ടെഹ്റാനിലെ ഓരോ ചലനങ്ങളെയും നിരീക്ഷിക്കുന്നത്. സമാധാന ചർച്ചകളുടെ ഭാവി, ആണവ കരാറുകൾ, ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ എന്നിവയെല്ലാം ഈ പുതിയ സൈനിക മേധാവിത്വത്തിന്റെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. മുജിത്തബ ഖമനിയെ പോലെയുള്ള നേതാക്കൾ വെറും ഒരു നിഴൽ രൂപമായി തുടരുന്നത് ഭരണത്തിലെ അസ്ഥിരത വർദ്ധിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ സൈന്യവും മതനേതൃത്വവും തമ്മിലുള്ള അധികാര വടംവലി എങ്ങോട്ട് തിരിയുമെന്നത് പശ്ചിമേഷ്യയുടെ മാത്രമല്ല, ആഗോള സാമ്പത്തിക സുരക്ഷാ ക്രമത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും.